ഈ സ്കൂൾ സമയം സംബന്ധിച്ച് സമസ്ത ഉയർത്തുന്ന തലവേദന ചെറുതല്ല. സംസ്ഥാന സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ് സ്കൂൾ സമയം മദ്രസ വിദ്യാർത്ഥികളുടെ സൗകര്യാർത്ഥം മാറ്റണം എന്നുള്ളത്. ഇപ്പോഴിതാ ദീപിക ദിനപത്രം അതിനെതിരെ ഒരു മുഖപ്രസംഗം എഴുതിയിരിക്കുക. കടുത്ത ഭാഷയിൽ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സമസ്തയുടെ ആവശ്യത്തെ ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ആ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. ആ മുഖപ്രസംഗം ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് സാർ ദീപിക മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ? അല്ല, ദീപിക വളരെ ചങ്കൂറ്റത്തോടെ അത് ചെയ്തിരിക്കുകയാണ്. അതെ, അത്തരത്തിലുള്ള ഉന്നേടത്തോടെ അത് ചെയ്തിരിക്കുക. അത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എടുക്കേണ്ടത്. നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസം സമസ്തയോടെ യോജിച്ചിട്ടാണോ കാര്യങ്ങൾ തീർച്ചപ്പെടുത്തുന്നത്? അതെ, സമസ്തയോടൊന്നല്ല, ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരോടും ചോദിക്കേണ്ടതായ കാര്യങ്ങളില്ല. അതെ, ഇതിനൊരു പൊതുവായിട്ടുള്ള ചില ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. അതിനകത്ത് മതേതര സ്വഭാവവും ഉണ്ട്. ഇപ്പൊ പാഠ്യഭാഗം തന്നെ നമ്മുടെ ഭരണഘടന അനുസരിച്ചാണല്ലോ ഇതൊക്കെ പോകുന്നത്. പാഠ്യഭാഗം തന്നെ നോക്ക്. ഒരു മതത്തെയും വേദനിപ്പിക്കുന്നതോ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതോ ഏതെങ്കിലും ഒരു മതത്തെ ഇകഴ്ത്തുന്നതോ ആയ ഒന്നുമല്ല. പാഠ്യഭാഗം അത്തരത്തിലാണ്. കുട്ടികൾ അതെല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറാണ്. അതെ, അവനോടൊപ്പം ഇരുന്ന് പഠിക്കുന്ന കുട്ടി മുസൽമാനാകാം, ക്രൈസ്തവനാകാം, ഹിന്ദുവാകാം, പല മതസ്ഥരിലുള്ളവരുണ്ട്. ഇത് കുട്ടികളിൽ തന്നെ വിഷം ഉണ്ടാക്കിപ്പിക്കുന്നതിൻ്റെ ഒരു തുല്യമാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ മതപഠനം നടത്തിക്കൊള്ളട്ടെ. ഹിന്ദുക്കള് ഭഗവത്ഗീത എവിടെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്? ഇല്ലേ? അതെ, ക്ഷേത്രങ്ങളോടെ ചേർന്ന് ഭാഗവതം പഠിപ്പിക്കുന്നുണ്ട്, രാമായണം പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ മതഗ്രന്ഥങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറയത്തില്ല. രാമായണം മതഗ്രന്ഥമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഈ കച്ചവടക്കാരുണ്ടാക്കിയതാണ്. ഈ കർക്കിടക മാസത്തിൽ രാമായണം വായിച്ചോളൂ. എന്നും വായിക്കേണ്ട പുസ്തകമാണ്. ഈ കവിത എഴുതാൻ താല്പര്യമുള്ള കുട്ടികൾ വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് അറിയാം? രാമായണം വായിക്കും. രാമായണം വായിക്കും. നല്ല ഭാഷാശുദ്ധി ഉണ്ടാകും. ഇത്രയും പദസമ്പത്തുള്ള വേറെ ഒരു കൃതി വേറെ എവിടെയുണ്ട്? എഴുത്തച്ഛൻ എന്ന് പറയുന്നത് ആ പേര് പോലെ തന്നെ അച്ഛനാണ്, എഴുത്തിന്റെ അച്ഛനാണ് എഴുത്തച്ഛൻ. ആ എഴുത്തച്ഛന്റെ സർവകലാ വല്ലഭത്വം അതിലങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ഇപ്പൊ ഇടയ്ക്ക് സുധാകരൻ രാമായണം വായിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ രാമായണം വായിക്കുക. ജി സുധാകരൻ. ഇപ്പൊ ഞാനിപ്പോൾ വീട്ടിൽ രാമായണം വായിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഉടനെ അറിഞ്ഞാൽ പറയും, ഓ സംഖ്യയാണല്ലേ. ഈ ചോദ്യം രാമായണത്തിനകത്തുള്ള പദസമ്പത്തൊന്നും ഒരുത്തർക്കും അറിഞ്ഞുകൂടാഞ്ഞിട്ടാണല്ലേ ഇത്രയും സാഗരം പോലെ നിൽക്കുകയാണത്. അപ്പോൾ ഈ സമസ്തയോടെ ഇപ്പം ഭഗവത്ഗീത പഠിക്കണം, പിന്നെ ഭാഗവത്, ഇതൊക്കെ ബൈബിള് പഠിക്കുന്നു, സൺഡേ ക്ലാസ്സുകൾ എല്ലാ കുട്ടികളും എല്ലാം പഠിക്കട്ടെ, അതാണ് വേണ്ടത്. ഇവർക്കെന്താ പൊതുവിദ്യാഭ്യാസത്തിനേക്കാൾ വലുതാണോ മതപഠനം എന്ന് പറയുന്നത്? അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതെല്ലാ ദിവസവും ഇവർക്ക് പഠിപ്പിക്കണമെന്നുണ്ടോ? ആഴ്ചയിൽ 1-2 ദിവസം, ശനിയാഴ്ചയും ഞായറാഴ്ചയും 2 ദിവസം അവധിയാണ്. ശനിയാഴ്ച അപൂർവം ചില ശനിയാഴ്ചകളിൽ മാത്രമാണ് പ്രവൃത്തി ദിനമാക്കി വച്ചിട്ടുള്ളത് മാറ്റുന്നത്. ബാക്കി സമയത്തുണ്ടല്ലോ. ഇവർക്ക് ഞാൻ ചോദിച്ചോട്ടെ, നിസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച കൂടുതൽ സമയം കൊടുക്കുന്നുണ്ട്. എല്ലാ സ്കൂളുകളിലും കൊടുക്കുന്നുണ്ട്. നിസ്കരിക്കാൻ പല സ്കൂളുകളിലും സൗകര്യങ്ങൾ പോലും ഒരുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ ഇത്തരത്തിൽ പറയുന്നത്? പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നൊരു നല്ല വളരെ സ്റ്റേണായിട്ടൊരു മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, സമസ്തയൊക്കെ ബാല് ചുരുട്ടി ഇത് 10 വോട്ടിന് വേണ്ടിയാണ് ഇവരുടെ ബലപേശലിന് വഴങ്ങിക്കൊടുക്കാനായിട്ട് നിൽക്കുന്നത്. സ്കൂൾ സമയം യഥാർത്ഥത്തിൽ ഇപ്പൊ ഞാൻ ചോദിട്ടെ, ചില നഗരപ്രദേശങ്ങളിൽ സ്കൂൾ സമയം രാവിലെ 9:30 മുതൽ 3:30 വരെ എന്നുള്ള കണക്കിലാണ്. ഗ്രാമപ്രദേശങ്ങളിൽ ഇത് 10 മണിക്ക് തുടങ്ങുന്നു, 4 മണി വരെ എന്നുള്ള രീതിയിലുമാണ്. നഗരപ്രദേശങ്ങൾ 9:30 ആക്കുന്നതെന്ന് വെച്ചാൽ ഈ ഓഫീസ് ടൈം ഒക്കെ ആരംഭിക്കുന്നതിന് മുമ്പേ തിരക്കുണ്ടാവില്ല, റോഡിൽ കുട്ടികൾക്ക് സുഗമമായിട്ട് വരാൻ സാധിക്കും. അതെ, ഗ്രാമപ്രദേശങ്ങളിൽ ആ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് ഗ്രാമവും നഗരവും ഒന്നും ഇല്ല വ്യത്യാസം. കേരളത്തെ സംബന്ധിച്ച് അങ്ങനത്തെ വ്യത്യാസം ഏതാണ്ട് എല്ലായിടവും നഗരം തന്നെ. പിന്നെ വേറൊരു കാര്യം, കുട്ടികൾ ഈ അതിനു മുമ്പേ തന്നെ പഠനം തുടങ്ങുകയാണ്. ഇപ്പൊ പിന്നെ വലിയ നഗരങ്ങളിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ പണ്ടൊക്കെ ആദ്യത്തെ ട്രെയിനിന് പോകേണ്ടവരുടെ കൊണ്ടാണ് വെളുപ്പിനെ തെരുവിലൂടെ ഓട്ടം.
ഇപ്പോൾ രക്ഷിതാക്കൾ കുട്ടികളെയും കൊണ്ട് ഓട്ടമാണ് രാവിലെ വെളുപ്പിനെ 4 മണി മുതൽ ട്യൂഷൻ അല്ലേ? അതെ. പിന്നെ ഈ കുട്ടികളൊക്കെ തിരിച്ചു കയറുന്നതോ രാത്രി 8 മണിക്കും 10 മണിക്കുമാണ്. അത് മാത്രമല്ല സാർ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം. കേരളത്തിൽ CBSE ICSE സ്കൂളുകളുണ്ട്. അവിടെയൊക്കെ മിക്കവാറും ഏതാണ്ടെല്ലാം വിദ്യാലയങ്ങളിലും രാവിലെ 7 മണിക്കും 7:30ക്കും 8 മണിക്ക് മുമ്പാണ് ക്ലാസ്സുകൾ തുടങ്ങുന്നത്. അവിടെ ഈ പ്രശ്നമില്ല. കേന്ദ്രീയ വിദ്യാലയ CBSE ആണ്. അവർ രാവിലെ 7 മണിക്ക് തുടങ്ങും. അല്ല, അവിടെ മുസ്ലിം കുട്ടികളൊന്നും പഠിക്കുന്നില്ലെന്നാണോ ഈ സമസ്തക്കാർ വിചാരിച്ചിരിക്കുന്നത്? അവിടെയും ഉണ്ട്, നല്ല പങ്ക് കുട്ടികളവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ പൊതുവിദ്യാഭ്യാസം നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ മാത്രം വിട്ട് തകർക്കുക? അത് സാർ എന്തോ ഒരു അജണ്ട അതിന്റെ പുറകിൽ ഉണ്ടെന്നുള്ളത്. അതിന്റെ കാര്യം ഒന്നും അറിയാമോ? ഈ സ്റ്റേറ്റ് സിലബസ് ഇതോടുകൂടി തകർക്കാൻ വേണ്ടിയാണ്. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 1-2 കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞത്. പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തണം. പക്ഷെ ഒരു കാര്യം പറയാമല്ലോ, അത് തുടക്ക സമയത്തൊക്കെ ഒന്ന് ശക്തിപ്പെട്ടു വന്നു കേട്ടോ. സ്കൂളുകളെല്ലാം ഒന്ന് മോഡിഫൈ ചെയ്തു, പിന്നെ കുട്ടികൾ കുറച്ച് കൂടുതലായിട്ട് വരാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ തിരിച്ചടിയാണ്. ഇപ്പോൾ നോക്ക്, കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന സംഭവം അല്ലേ? അതെ, ഇത് ഒരു പൊതുവിദ്യാഭ്യാസത്തിൽ വരുന്നതല്ലേ? അതെ. വയനാട്ടിൽ സമാനമായ ഒരു കുട്ടി പാമ്പ്, അതെ, ക്ലാസ് റൂമിന്റെ ഉള്ളിൽ വെച്ച് പാമ്പ് കടിയേറ്റും. എന്ത് ദാരുണമായ സംഭവമാണ് ഇതൊക്കെ. അപ്പം ഇതിനകത്ത് വേണ്ട തരത്തിലൊന്നും ഒരു PTA ഈ കുട്ടിയെ പാമ്പ് കടിച്ചിട്ടും കുട്ടി ഇങ്ങനെ കടിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ അധ്യാപകരും മറ്റുള്ളവരും ഒന്നും അത് ശ്രദ്ധിച്ചില്ല, കാര്യമാക്കില്ല. എന്നാൽ ആ സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ അത് രക്ഷപ്പെടുമായിരുന്നു. ഇപ്പൊ ഇവിടെ തന്നെ നിരുത്തരവാദപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് കൊല്ലത്ത് നടന്നത്. അതെ, അതിലൊന്നും ഇതിപ്പോ എന്താ തർക്കവുമില്ല, അത് അധികൃതരുടെ വീഴ്ചയാണ്. സർക്കാർ അതിന് മറുപടി പറഞ്ഞേ മതിയാവൂ. അപ്പൊ ഈ വക കാര്യങ്ങൾ. അപ്പം ഈ CBSE ഇപ്പം കേരളത്തിൽ കൂടുതലുള്ളത് CBSE സ്കൂളുകളാണ്. ICSE ഇപ്പൊ ഏതാണ്ട് ക്രമേണ ഇല്ലാതായി, കുറഞ്ഞു വരികയാണ്. കാലക്രമേണ അത് CBSE മാത്രം ഒതുങ്ങും. ഈ സ്റ്റേറ്റ് സിലബസിലോട്ട് കുട്ടികളെ ഇടയ്ക്ക് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും അങ്ങ് ഇല്ലാതാകുകയാണ്. കാരണം ഇപ്പോൾ ഈ കീം ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേ. അല്ല സാറേ, പൊതുവെ മത്സര പരീക്ഷകളിൽ നമ്മുടെ കേരളത്തിലെ കുട്ടികൾ വളരെ പിന്നാക്കം പോവാണ് സാർ. അത് സിവിൽ സർവീസ് തൊട്ട് ഇങ്ങോട്ട് എടുക്കണം. ഓൾ ഇന്ത്യ എൻട്രൻസുകളിലെല്ലാം ഇപ്പം മറ്റ് ഡൽഹി യൂണിവേഴ്സിറ്റി, JNU ഇവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികൾ, ഇവിടെ എല്ലാം എൻട്രൻസ് എഴുതുന്ന കുട്ടികൾ, നമ്മുടെ മലയാളി കുട്ടികൾ, കേരളത്തിൽ നിന്ന് പഠിച്ചു പോകുന്ന സ്റ്റേറ്റ് സിലബസ് പഠിച്ചു പോകുന്ന കുട്ടികൾ എൻട്രൻസ് പാസ്സാകുന്നില്ല. അവിടെ എല്ലാം അവർക്ക് വലിയ പരാജയം ഉണ്ടാകുന്നു. ഇത് അതുകൊണ്ടൊക്കെ കൂടിയാണ് നമ്മുടെ കുട്ടികൾ പലരും മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി, ഈവൻ BA കോഴ്സ് പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കാൻ തയ്യാറാകുന്നത് അതുകൊണ്ടാണ്. പ്രശാന്ത്, ഇതറിയാമോ? ഇത് എന്തെഴുതിയാലും കുട്ടികൾക്ക് അങ്ങ് മാർക്ക് കൊടുത്തു. അതെ, ഒരു മാനദണ്ഡവും ഇല്ലാതെ എന്താ പറയുക, കുട്ടികളുടെ അറിവ് വേണ്ട രീതിയിൽ പരിശോധിക്കാതെ, അവരത് പഠിച്ചിട്ടുണ്ടോ, അവർക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്നൊന്നും ചിന്തിക്കാതെ തോന്നിയതുപോലെ മാർക്കുകൾ കൊടുക്കുക, അവരെ ഈ വിജയശതമാനം ഉയർത്താൻ വേണ്ടിയിട്ട് കുട്ടികളെ പരമാവധി ജയിപ്പിക്കുക. ഇത് കേരളത്തിന് വരുത്തി വെച്ചിരിക്കുന്ന നാശം വളരെ വലുതാണ്. 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് എത്ര പെർസെന്റേജ് ആണ്? 99.45. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് 50%. അതെ, ഈ അതൊരു ഫസ്റ്റ് ക്ലാസ് കിട്ടാൻ പോലും വലിയ പ്രയാസമാണ്. ഡിസ്റ്റിങ്ഷൻ കിട്ടുന്നത് വലിയ കാര്യമാണ്. അതെ, ഇപ്പൊ തോക്കുന്നവൻ എത്ര പ്രയാസപ്പെട്ടു എന്നുള്ളതാണ് തോക്കാൻ. അതെ, പണ്ട് ജയിക്കാനായിരുന്നു പ്രയാസം, ഇപ്പൊ തോൽക്കാന് പ്രയാസപ്പെടണം, വലിയ പ്രയാസമാണ്. അപ്പൊ അങ്ങനെ ഇത് യഥാർത്ഥത്തിൽ ഈ മതപഠനം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് താലിബാനിലൊക്കെ ആയുധം കുട്ടികളെ കൊടുത്ത് പഠിപ്പിക്കുന്ന രീതിയാണ്. മതപഠനമൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അല്ലെങ്കിൽ ഈ വേനലവധി കാലത്ത് ചെയ്തോട്ടെ, നല്ലത് തന്നെയാണ്. എല്ലാ കുട്ടികൾക്കും പഠിക്കട്ടെ. ഇതായാലും ഖുർആനായാലും ബൈബിളായാലും മഹാഭാരതമായാലും ഭഗവത്ഗീതയായാലും. അല്ലാതെ ഇതിനു വേണ്ടി പൊതുവിദ്യാഭ്യാസത്തിന്റെ സമയം തകർക്കാൻ പാടില്ല എന്നുള്ളത്. അത് ദീപിക പറയുന്നത് വളരെ ശരിയാണ്. ദീപിക അതിരൂക്ഷമായ വിമർശനമാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദീപിക ചൂണ്ടിക്കാട്ടുന്നു. ദീപിക പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടാറുണ്ട് കേട്ടോ. അത് വളരെ നല്ല മുഖപ്രസംഗങ്ങളും അവർ എഴുതാറുണ്ട്. പക്ഷെ ആരും ഇത് കാണാതെ പലപ്പോഴും ഈ മുഖപ്രസംഗത്തിന്റെ കാര്യത്തിൽ ദീപികയും കേരളകൗമുദിയും തമ്മിലാണ് മത്സരിക്കുന്നത്. കേരളകൗമുദി ഒരു ഇടയ്ക്ക് പിന്നെ പണ്ട് കാലങ്ങളിൽ കേരളകൗമുദി എഡിറ്റോറിയൽ വായിക്കാൻ വേണ്ടി പത്രം വരുത്തുന്നവരുണ്ട്. C. നാരായണ പിള്ളയൊക്കെ ഇരുന്നിട്ടുള്ള
കാലമുണ്ട്. ആ എഡിറ്റോറിയൽ വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു പോകുന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ നാട് പത്രത്തിൻ്റെ ജഗന്നാഥ പണിക്കർ എഴുതുന്ന, പക്ഷെ അത് എഡിറ്റോറിയൽ ഒരു ദിവസം കൊണ്ട് അവസാനിക്കത്തില്ല, തുടരും. അടുത്ത ദിവസം ആ എഡിറ്റോറിയലിൻ്റെ ബാക്കി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ദീപിക ചെയ്തതിന് നമുക്ക് പിന്നെ പ്രശംസിക്കണം. അത് ഇതുപോലെ മറ്റുള്ളവരും കൂടെ വന്നു കഴിഞ്ഞാൽ സമസ്തയെ ഇവിടുന്ന് പടി ഇറക്കി വിടാം. സമസ്തയുടെ ഈ ആവശ്യം പിൻവലിക്കും അവര്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.